ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നമ്മുടെ നിരാശയെക്കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഓരോരുത്തർക്കും ഇടയ്ക്കെങ്കിലുമൊക്കെ വന്നു പോകുന്ന ഒരു സംഭവമാണ് ഒരു നിരാശ, അല്ലേ? എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകണമെന്നോ എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അത് നടക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നിരാശയിലേക്ക് പോകുന്നത്. പല കാര്യങ്ങളിലിട്ടോ, അത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ പല പല പ്ലാനുകളും പല പല സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നമ്മൾ കരുതിയൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴാണ് നമുക്ക് അത് നടക്കാതെ പോകൂ എന്നുള്ളൊരു ആശങ്കയൊക്കെ അങ്ങനെ വരും. നമ്മൾ അതിനുവേണ്ടി പിന്നെയും പരിശ്രമിക്കും, ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ വരുന്ന ഒരു സംഭവമാണ് ഈ നിരാശ എന്ന് പറയുന്നത്. പരിശ്രമിച്ചിട്ടും നടക്കാതെ പോകുമ്പോഴാണ് നമുക്ക് നിരാശ എന്നുള്ള സംഭവം വരുന്നത്. പലതും ആഗ്രഹിക്കും, ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ നമ്മൾ എങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് തന്നെ ഒരു തോന്നലുണ്ട്, ഞാൻ വെറുതെയാണ് ഇതിന് പോകണത്, അല്ലെങ്കിൽ ഞാൻ വെറുതെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഒരു സ്വയം നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ, നമ്മുടെ ഉപബോധ മനസ്സിൽ തന്നെ ഒരു തോന്നൽ വരും, ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ ഉള്ള. പക്ഷെ അത്തരം തോന്നലുകളൊക്കെ വന്നാലും നമ്മൾ ചിലപ്പോൾ ഏത് കാര്യമാണോ വിചാരിച്ചിട്ടുള്ളത് ആ കാര്യത്തിന് വേണ്ടി പരമാവധി പരിശ്രമിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അത്തരം പരിശ്രമങ്ങളൊക്കെ പാഴായി പോകുന്ന ഒരു അവസ്ഥയിൽ വന്നു ചേരും. അപ്പോഴാണ് നമ്മൾ നിരാശയിലേക്ക് പോക്കുക. പിന്നെ നമുക്കപ്പോൾ തോന്നുന്ന തോന്നലാണ് ഇനി ഒന്നും വേണ്ട. പിന്നെ ആ ഒരു കാര്യം നടന്നില്ല എന്ന് വിചാരിച്ചാലും മറ്റു പല കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും നമ്മൾ കുറേ സമയത്തേക്ക് അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് തന്നെ നമ്മൾ മാറ്റി വയ്ക്കും, ഒന്നും ചെയ്യില്ല. ഒന്ന് ഫ്ലോപ്പായി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതാണ്, ഇനി ഒന്നും വേണ്ട അല്ലെങ്കിൽ ഇനി മറ്റൊരു കാര്യം ചെയ്യണ്ട എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് പിന്നെ വന്നു പോകുക. പിന്നെ നമ്മൾ അതിനൊക്കെ ഒന്ന് റിക്കവർ ആവണമെങ്കിൽ കുറച്ച് സമയവും കുറച്ച് കാലമൊക്കെ പിടിക്കും. പക്ഷെ അപ്പം അത് നടക്കാതെ പോകുന്നത് ചിലപ്പോൾ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമുക്കതിനുള്ളൊരു ഭാഗ്യം ഇല്ലാഞ്ഞിട്ടായിരിക്കാം. ചില കാര്യങ്ങളുണ്ട്, ചിലത് നടക്കാതെ പോകുമ്പോൾ പിന്നെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കും അത് നടക്കാതെ പോയത് നന്നായി എന്ന് സംഭവിക്കാം, അല്ലേ? ചില കാര്യങ്ങൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാവും അപ്പം നടക്കാതെ പോയിട്ടുണ്ടാവുക. ഇപ്പോൾ ഇനി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഒരു വിവാഹം തീരുമാനിച്ച് കല്യാണം വരെ എത്തിക്കഴിഞ്ഞ ഒരു വിവാഹം, ദിവസങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന ഒരു വിവാഹമാണ്. പെൺകുട്ടിയുടെ വീട്ടുകാർ അതുവരെയും ആ പയ്യനെ കുറിച്ചിട്ടുള്ള മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് പയ്യൻ്റെ സ്വഭാവം മോശമാണ് എന്ന് അറിഞ്ഞത്. അവർക്ക് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു, ആൾക്കാരെ ക്ഷണിച്ചു, സദ്യക്ക് വരെയുള്ള സംഭവങ്ങൾ റെഡിയാക്കി. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇത് നടത്തണോ വേണ്ടയോ, ആൾക്കാരുടെ മുന്നിൽ എന്ത് പറയും, കുട്ടിയുടെ ഭാവി എന്താവും, അങ്ങനെ 1000 ചോദ്യങ്ങളും 1000 ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെ പറയാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളോട് തന്നെ 1000 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും ഉത്തരം വ്യക്തമായി നമ്മുടെ മനസ്സിൽ തന്നെ വരില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ പിന്നെ ആ ഉപകാരത്തിന് ഉള്ളതും ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു തരും. അപ്പോൾ ഈ തീരുമാനം എടുക്കേണ്ട ആളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ ഭാവി എന്തായിരിക്കും ആലോചിച്ചിട്ടുള്ള ടെൻഷൻ. നടത്താതിരുന്നു കഴിഞ്ഞാൽ ജനങ്ങളോട് എന്ത് പറയും, ഇത്രയും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ. ചോദിക്കുന്നവരെന്തോ ചോദിക്കട്ടെ, കാരണം അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇത് ഈ പെൺകുട്ടീനെയും ഈ വീട്ടുകാരെയും മാത്രം ബാധിക്കുന്ന കാര്യമാണ്. ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ അത് സക്സസ് ആയാലും ഇല്ലെങ്കിലും ആ പയ്യൻ്റെ അടുത്ത് നിന്ന് പിന്നീട് മോശം അനുഭവങ്ങൾ ഉണ്ടായാലും ഒക്കെ അത് ആ ഒരു കുടുംബത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ജനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കൾക്കോ മറ്റു വീട്ടുകാർക്കോ ഒന്നും അതിലത്ര വലിയ കാര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നടത്തിയാൽ അതിൻ്റെ വിഷമങ്ങൾ അങ്ങനെ, നടത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അത് വേറെ. എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളാണ് ചില ആൾക്കാരുടെ ജീവിതത്തിൽ വന്നു പോണത്. ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ഇനി ഒരു വിവാഹമേ വേണ്ടാന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ടാവും, അല്ലേ? പലരെയും നമ്മൾ എത്ര അടുത്തറിയാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ നമ്മൾ എത്ര പരിചയമുണ്ട് എങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകും. ഓരോ ആൾക്കാരുടെയും ഒരുപാട് കാര്യങ്ങൾ അവരെത്ര നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങൾ അവർക്കുള്ളിലുണ്ടാവും. പിന്നീട് നമ്മൾ അതൊക്കെ അറിയുമ്പോഴാണ് അവരോടുള്ള വെറുപ്പും വിദ്വേഷവും പകയൊക്കെ നമ്മൾ ഉള്ളിൽ ജനിക്കുക. അങ്ങനെ
ഒരുപാട് മനുഷ്യ ജീവിതങ്ങൾക്കിടയിൽ വന്നു പോകുന്ന പ്രശ്നങ്ങളാണ് നമ്മളെ വലിയ നിരാശയിലേക്കും വലിയ സങ്കടത്തിലേക്കും വലിയ ബുദ്ധിമുട്ടിലേക്കൊക്കെ തള്ളിവിടുന്നത്. നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകും. ചിലപ്പോൾ നമ്മൾ അപ്പോൾ എടുത്ത തീരുമാനം ചിലപ്പോഴേ ശരിയാവുള്ളൂ, ചിലപ്പോൾ അത് ഭയങ്കര ഒരു ദുരന്തമായിട്ട് മാറുന്ന ചില സന്ദർഭങ്ങളും വരും. ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ വന്നു പോകുന്ന സംഭവങ്ങളാണ്. നമ്മൾ ചില ഘട്ടങ്ങളിൽ തീരുമാനം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ചില സന്ദർഭങ്ങളുണ്ട് മനുഷ്യ ജീവിതത്തിൽ വന്നു പോകാൻ. ചില അത്രയും ബുദ്ധിമുട്ട് വരുന്ന ചില കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മൾ അത്തരം ഒരു ഗതികേട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഏത് തീരുമാനം എടുക്കണം എന്നറിയാതെ ഒരു ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. എടുത്ത തീരുമാനം ശരിയാവുമോ തെറ്റാവുമോ എന്നുള്ളത് അതറിയാത്തൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തു വന്നാലും അത് സഹിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു നിലപാടെടുക്കേണ്ടത്. നല്ലതായാലും ചീത്തയായാലും അത് എന്ത് തന്നെ ആയാലും നമ്മൾ അത്തരമൊരു ബന്ധം വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആ പെൺകുട്ടി തന്നെ മാനസികമായിട്ട് ആകെ തളർന്നിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? ആ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? വീട്ടുകാരുടെ മാനസികാവസ്ഥയെക്കാളും കുറച്ചും കൂടി ഭയാനകാവില്ലേ ആ പെൺകുട്ടിയുടെ അവസ്ഥ? അങ്ങനെയാണ് പല കാര്യങ്ങളും സംഭവിച്ചു പോണത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് നമ്മൾ നിരാശയിലേക്ക് തള്ളിവിടുന്നത്. പിന്നെ അത് വേണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് കുറച്ച് വർഷങ്ങൾക്കോ അല്ലെങ്കിൽ കാലങ്ങൾക്കൊക്കെ ശേഷമാണ് നമ്മൾ പിന്നീട് വീണ്ടും ഒരു തീരുമാനത്തേക്ക് എത്തുള്ളൂ. പെട്ടെന്ന് പിന്നീട് നമുക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള അല്ലെങ്കിൽ അതുപോലത്തെ വേറൊരു കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. നമുക്കതിന് ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളിൽ ഒരു ഭയം എന്തായാലും ഉണ്ടാവും. ഇനി എന്ത് സംഭവിക്കും, ഇനി അങ്ങനത്തെ വല്ല സംഭവങ്ങളും ഇൻസിഡൻസ് വരുമോ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിലൂടെ അത്തരം ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഓരോ അവസ്ഥയിലും മനുഷ്യൻ നിരാശയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വേണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്ത പുറകെ നടന്ന് പിടികൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമ്മൾ എല്ലാം സക്സസ് ഒന്നും ആവില്ല. അതിനിടയ്ക്ക് പല പരാജയങ്ങളും തന്നെയാണ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കും അതിനിടയിൽ വന്നു പോയിട്ടുണ്ടാവുക. എല്ലാതൊന്നും നമുക്ക് സ്വീകരിക്കാനും അല്ലെങ്കിൽ എല്ലാതൊന്നും അതേപോലെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മളൊരു മനസ്സിൻ്റെ ഉടമയാണ്. നമ്മുടെ മനസ്സിലും ഒരുപാട് ചിന്തകൾ ഒരേ സമയം വന്നു പോയിക്കൊണ്ടിരിക്കും. ഒരു ചിന്ത മാത്രമല്ല നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് ഉണ്ടാവുക. നമ്മൾ പല കാര്യങ്ങളും ഒരു സംഭവത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് ചെയ്യണം ചെയ്യണ്ട എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റൂല. എടുത്ത തീരുമാനം ശരിയാവോ തെറ്റാവോ എന്നുള്ളതാണ് നമ്മളെ കൂടുതൽ അലട്ടുന്ന സംഭവം ഉണ്ടാവുക. പലപ്പോഴും പല തീരുമാനങ്ങളും തെറ്റായി പോയി എന്നാണ് നമുക്ക് പിന്നീട് ഭാവിയിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നുക. വളരെ കുറച്ച് മാത്രമാണ് അത് ആ തീരുമാനം എടുത്തത് ശരിയായി എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു വളരെയധികം നമുക്ക് തോന്നിയിട്ടുണ്ടാകുന്നതാണ്. അന്നെടുത്ത ആ തീരുമാനം വേണ്ടായിരുന്നു, അത് തെറ്റായിപ്പോയി, പെട്ടെന്ന് എടുത്ത തീരുമാനമായിപ്പോയി, അത് വേണ്ടായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചിന്തകളെ ഏത് വഴിക്ക് തിരിച്ചു വിടണം എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് മാതിരിയാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നല്ലത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ കാര്യം നല്ലത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് മോശമായിട്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കണത് വിചാരിച്ച ആ കാര്യം നമ്മുടെ മനസ്സിൽ മോശം കാര്യങ്ങൾ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് വരുള്ളൂ. നമ്മൾ പലപ്പോഴും പല ആൾക്കാരെക്കുറിച്ചും അല്ലെങ്കിൽ പല സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ അത് മോശമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വെച്ചാൽ നമ്മളെ മൈൻഡിൽ ആ മോശം മാത്രമേ ഉള്ളൂ. പിന്നീട് എപ്പോഴെങ്കിലും ആ ഒരു സംഭവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ ഒരു ഇതല്ലായിരുന്നു മറ്റൊന്നായിരുന്നു അതിലെ സത്യം എന്നുള്ളത് നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് മോശമായി പോയി, അല്ലെങ്കിൽ നമ്മൾ അതുവരെയും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ അത് മുഴുവനും തെറ്റായി പോയി എന്നറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ട്. നമ്മളൊരു വ്യക്തിയെക്കുറിച്ചൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അയാൾ വളരെ മോശമാണെന്ന് നമ്മൾ അങ്ങോട്ട് മനസ്സിൽ ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അയാളെക്കുറിച്ചിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് എത്ര വെട്ടിത്തരായിരുന്നു, അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. വല്ലാത്തൊരു കഷ്ടമായിപ്പോയി, ഞാൻ അത്തരം ചിന്തകൾ ചിന്തിക്കാൻ പാടില്ലായിരുന്നു, എത്ര മോശമായിട്ടാണ് അയാളെ മനസ്സിൽ കണ്ടത് അല്ലെങ്കിൽ എത്ര മോശമായിട്ടാണ് അയാളെക്കുറിച്ച് ചിന്തിച്ചത് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു കുറ്റബോധമുണ്ട്. പല കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മൾ ഏത് കാര്യമാണോ അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പറയുന്ന ആൾ നമ്മളോട് സത്യാവസ്ഥ ഉള്ള കാര്യമാവില്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. പലതും നമ്മൾ കേട്ടതിൻ്റെ ബേസിലാണ് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടി ചിന്തിച്ച് വെച്ചിട്ടുണ്ടാവുക. ഓരോ കാര്യത്തിനെ കുറിച്ച് നമ്മൾ കേട്ടതും കണ്ടതും പറഞ്ഞതൊന്നും ആവില്ല യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മുടെ ഓരോ
ചിന്തേൻ്റെയും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെയൊക്കെ മോശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുക. പലരും പറഞ്ഞു കേട്ടതിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ നമ്മൾ ഒന്നും നമ്മൾ സത്യത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ നമുക്ക് വ്യക്തമായിട്ടും അത് തന്നെ ആയിരിക്കും എന്ന് ഒന്ന് ഉദ്ദേശിക്കാൻ തന്നെ പറ്റുള്ളൂ. ആരെങ്കിലും പറഞ്ഞു കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ അതിൻ്റെ രണ്ട് കാര്യങ്ങളും ചിന്തിക്കണം. ഇതാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ആ ആള് പറഞ്ഞതിന് ആൾക്ക് ആ ഒരു വ്യക്തി വൈരാഗ്യത്തിൻ്റെ പുറത്താവും ചിലപ്പോൾ മറ്റേ ആളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുക. അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾക്ക് രണ്ടുപേരെ കുറിച്ച് നമുക്കറിയില്ലല്ലോ. പലരും എന്താണ്, മറ്റൊരു വ്യക്തിയോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുറ്റം മാത്രമേ മറ്റൊരാളടുത്ത് സംസാരിക്കുള്ളൂ. അവരുടെ ഒരു നല്ല കാര്യം അവർ അത് പുറത്ത് പറയില്ല. അവർക്കറിയാമെങ്കിലും കൂടിയിട്ട് അവർ ആ വ്യക്തിൻ്റെ ഏറ്റവും മോശം കാര്യങ്ങൾ എടുത്തിട്ടാണ് മറ്റാളടുത്ത് സംസാരിക്കുക. അപ്പോൾ അവരും എന്താണ്, ആ ആളെ കുറിച്ചിട്ട് അത്രയും മോശമായ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതൊരു കാര്യമാണെങ്കിലും നടന്നാലും നടന്നില്ലെങ്കിലും ഒന്നും നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല. അത് നമ്മളുടെ അപ്പോഴത്തെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ള മാത്രം ഒരു ചിന്തയിൽ കൂടെ മുന്നോട്ട് പോവുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിനൊക്കെ ശേഷം നമ്മൾ വീണ്ടും നമുക്ക് നല്ല നല്ല അവസരങ്ങളും നല്ല നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു കാര്യം നടന്നില്ല എന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ടും അതോടുകൂടി ആരും നിരാശരാവേണ്ട കാര്യമൊന്നുമില്ല. അത് അപ്പോഴത്തെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും എന്നങ്ങോട്ട് ചിന്തിച്ചാൽ മതി. നമുക്കുള്ള കാര്യങ്ങൾ അതിൻ്റെ പുറകെ നല്ലതാണെങ്കിലും വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റി കൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. മോശം കാര്യങ്ങളെക്കുറിച്ച് നമ്മളെപ്പോഴും ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മോശമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മുടെ ലൈഫിനും അതൊരു മോശമായിട്ട് വരും. അപ്പോൾ എപ്പോഴും നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, നന്മ വരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല നല്ല വഴികളും നല്ല നല്ല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. മോശം ചിന്ത എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് തോട്ടാണ്. നമുക്ക് എന്തിനെക്കുറിച്ച് നമ്മൾ നെഗറ്റീവ് മാത്രം പറഞ്ഞിരുന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുക? നമ്മളതിൻ്റെ നല്ല വശങ്ങളൊന്നും കാണുന്നില്ലല്ലോ. എല്ലാ കാര്യത്തിനും ഉണ്ടാവും നല്ലൊരു വശം മോശം ഒരു വശം. അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനെ കുറിച്ചും ചിന്തിച്ചാലും നമുക്ക് അത് തീർച്ചയായിട്ടുള്ളതാണ്. നല്ല ഒരു വശവും ചീത്തൊരു വശവും ഉണ്ടാവും. അപ്പോൾ നല്ലതായി ചിന്തിക്കുക, നല്ലതുപോലെ ആലോചിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്കുള്ളത് നമ്മുടെ ആ ഒരു കാര്യം ഫ്ലോപ്പായി പോയാലും അതിൻ്റെ പുറകെ നമുക്കുള്ള നല്ല അവസരങ്ങൾ അപ്പോൾ ഉണ്ടാവും. അപ്പോൾ അത്തരം നല്ല പ്രതീക്ഷകളോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.